ആയിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത്. മുബിൻ്റെ നേരെ അനിയനാണ്. ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ. ഈ മുബി പറയും. ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ RC ഓണർ ഞാനാണ് നിലവിൽ. ഇത് ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഈ വാഹനത്തിൻ്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറയുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യേഷ്ഠനും പറയും. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ്. മൊത്തം പ്രോപ്പർട്ടി നമ്മൾ 4 മക്കളാണ്. 4 മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണിപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് എൻ്റെതായ കടമകളുണ്ട്, മുബീൻ്റെതായ കടമകളുണ്ട്. ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത്. വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുബീൻ്റെ പേരിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഓനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക. ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പം വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണ് ഉള്ളത്. ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത്. പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി. ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല. നമുക്ക് ആരെടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരു ആവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പം ഇല്ല. അപ്പോൾ അല്ല, ഇതിനെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. പിന്നെ രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെന്തോന്നു പണപ്പിരിവിനെ പറ്റി ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപ്പിരിവ് എന്ന് പറഞ്ഞത്. ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ എമൗണ്ട് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു. എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ്. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ 1-2 ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിൽ ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിച്ചു പോയത്. അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല. ഞാൻ ഇതുവരെ ഒരു പണപ്പിരിവ് വാങ്ങിയിട്ടില്ല.
അല്ല, അവരെനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദരവപൂർവ്വം തരാന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂല എന്നാ പറഞ്ഞത്. ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കില്ല. ഇല്ല 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 ഇല്ല, ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അന്വേഷിച്ചാൽ അതെ, അവന്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത്. അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതിനൊരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ, പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവന്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു. ഇപ്പോ മനാഫിന്റെ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറി മനാഫിന്റെ തന്നെയാണ് ഇപ്പോൾ പിക്ചർ വന്നിരിക്കുന്നത്. അതായത് കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ മനാഫ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞാൻ അവർക്ക് എന്ത് വേദന വരും, ഞാൻ പലവട്ടം പറയണതാണ്, ഇത് നമ്മളെ ഫാമിലിയാ, ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അർജുന്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുന്റെ ഫോട്ടോ വെച്ച് എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി കഴിഞ്ഞ് ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. നമ്മള് മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുന്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ ഞമ്മക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. മനാഫ് എത്തിച്ചതിനെക്കാട്ടിയും വർക്ക് എടുത്തത് മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിക്കണ് അവരെന്നുള്ളത്. ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു, ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളുന്നത് നമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം. ഞാൻ പല സ്ഥലത്തും പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു 3 ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനും. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇതിൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ 4ാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനിടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെയാ ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2.5 ലക്ഷത്തിന് മുകളിൽ ആയി. അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല. ഇത് മുന്നേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മുന്നേ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ വരെ നിർത്താം, വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷനുള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി, അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതിന്. അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇത്
ഇതുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം കോഴിക്കോട് ഉച്ചഭക്ഷണം കൊടുക്കണ, ഫ്രീ ആയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കണ ഒരു ക്യാൻറ്റീന് ആർക്കും ഉച്ചക്ക് വിശക്കണ ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞിരിക്കണ്. എൻ്റെ ആഗ്രഹമാണത്. അതിൽ എനിക്ക് അറിയ പോലില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് കിട്ടും എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. തീർച്ചയായിട്ടും അത് അവർ പരാതി കൊടുക്കുന്നത് ആൾക്ക് അവരെ ഇഷ്ടമാണ്. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളത്. അല്ല, അങ്ങനൊന്നുമില്ല. അല്ല, അതൊന്നും ഞാൻ അങ്ങനത്തെ വിവാദത്തിലേക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല മേഡം. ഒരു വിവാദത്തിലേക്കില്ല. ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന്, അർജുന്റെ വിഷയത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത്. എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം, അത് ലോകത്തെവിടൊക്കെ മലയാളികളുടെ ഓരോ ആവശ്യപ്രകാരമാണ് അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആളുകളെ വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് 3ാം ഘട്ടത്തിലും എത്തിച്ചത്. അത് വേറെ വിഷയം. പക്ഷെ എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ അവരെ കൂടുതലുള്ള ആളുകൾക്ക് പറയാണ്. അപ്പോഴൊക്കെ ഉണ്ടായത് പലപ്പോഴും അവൻ്റെ ഫോണിന് യാതൊരു ഒഴിവുണ്ടായില്ല. അവന് ഫോൺ വെക്കാനും കഴിയില്ല. ടെൻഷനാണ്. അപ്പോഴാണ് അങ്ങനെ ഈ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിനും ബെറ്റർ ഒരു അപ്ഡേഷൻ അതിലിട്ട് കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് അറിയാനുള്ള ഒരു മാധ്യമം എന്നുള്ളത് കൂടെയാണ് അത് കണ്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അർജുന്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മാതിരിയുള്ള കാര്യമില്ല സാറേ. ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായാലും ഇന്റേതായ ഒരു ശൈലിയിൽ പോയത്. പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. എന്താണ്? അല്ല, അതൊന്നും ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഞാൻ അവരിപ്പോ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഈ വിഷയത്തിൽ പോയത്. എല്ലാം അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പല ഘട്ടത്തിലും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ അതിന് തർക്കത്തിലേക്കാണ്. ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ്, നിങ്ങൾ ഇത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയോ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അതിൽ ആരെ ഭാഗമായാലും അത് നമ്മളെ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ദയവ് ചെയ്തിട്ട് നമ്മളിതൊരു എന്താ പറയുക, ഇതൊരു ഒരുമിപ്പിച്ച ഒരു സഹോദര്യത്തിൽ പോകുന്ന ഒരു കാര്യമാണ്. ഞാനും മാൽപ്പയും നാടൻ കളിച്ചത് ജനങ്ങൾക്ക് ഇത് മൊത്തം അവിടെയുള്ള മീഡിയ പ്രവർത്തകർക്ക് മുഴുവൻ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് മൊത്തം കണ്ടതാണ്. നമ്മളെ കരച്ചിലും എന്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ 3ാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത്. അവരെ കരഞ്ഞിട്ടില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. 72 ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം 72 കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി. ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും. അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും. അതൊന്നും എന്താ പറയാ, അതിലൊന്നും കാര്യമില്ല. അത് നമുക്ക് അത്ര ആരും ചോദിച്ചില്ലല്ലോ, വല്ല ചോദിക്കാതായിരുന്നു. ബൈക്ക് ഇപ്പോൾ അർജുൻ്റെ ബൈക്ക് ഇവിടെ എത്തിയതിൻ്റെ ഒരു വിശദീകരണമാണ് ഇതിൽ. ബൈക്ക് അർജുന് ഞങ്ങൾ ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് 1-2 ട്രിപ്പ് മുന്നേ, ഒരു മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാഹനേനു. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാഹനം ഞങ്ങൾ ഈ കുളങ്ങരപ്പടി പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളതൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസയും
അർജുൻ എന്നാണ് ആ ബൈക്കിന്റെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തത്. ഗൂഗിൾ പേ ചെയ്തു. അതായത് അത് കഴിഞ്ഞ് അപകടം സംഭവിച്ചു ഒരു ആഴ്ച അങ്ങനെ എന്തോ ആകുമ്പോഴേക്കും അവർ ആ വാഹനം അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച വാഹനമാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാടി നോക്കി മനാഫ്ക അത് ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ കാണുന്നില്ല.